കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു 4 മണി പലഹാരം ഗോതമ്പ് മാവ് വെച്ച് ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അതിന് കുറച്ച് പയർ പുഴുങ്ങിയത്, കുറച്ച് തേങ്ങ, തിരുവിയ തേങ്ങ, രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ഏലക്ക, ഇത്രയുമാണ് വേണ്ടത്. എടുത്തു വെച്ച മാവിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം, ആകെ ഇച്ചിരി മാവേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ 2-3 എണ്ണയേ ചെയ്യുന്നുള്ളൂ. കുട്ടികൾക്കും, സ്കൂളിൽ പോയി വരുന്ന കുട്ടികൾക്കും, വയസ്സായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിശപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും അതൊന്ന് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. നല്ല രുചിയാണ്. ഇതിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. നല്ലവണ്ണം കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ആക്കി കുഴച്ചെടുക്കണം. ഈ മാവ് കുഴച്ചത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് പയറിൽ തേങ്ങയും പഞ്ചസാരയും ഏലക്കയും ചേർത്ത് നല്ലവണ്ണം കുഴച്ചെടുത്ത് വെക്കുക. ഞാനിത് 2 ബോളായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പരത്തി എടുക്കണം. നല്ലപോലെ ഒന്ന് പരത്തി എടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം ഈ എടുത്തു വച്ചിരിക്കുന്ന പയർ, തേങ്ങയും പഞ്ചസാരയും ഇട്ട് കുഴച്ചത് കുറച്ച് ഇതിൽ വെച്ച് കൊടുക്കും. അതിന് ശേഷം ഇതിങ്ങനെ മടക്കി വെക്കണം. ഇതിങ്ങനെ മടക്കി വെച്ച് ഒന്ന് പതുക്കെ പരത്തി കൊടുക്കും. പൊട്ടിപ്പോവരുത്. പൊട്ടാത്ത രീതിയിൽ പതുക്കെ പരത്തി കൊടുക്കും. അതിനുശേഷം ഒരു ചപ്പാത്തി കല്ല് വച്ചിരിക്കുന്നതിൽ ഇട്ട് കൊടുക്കുക. അടുത്ത ഇതുപോലെ തന്നെ പരത്തി ഇത് 4 മണിക്ക് സ്കൂളിൽ പോയി വരുന്ന കുട്ടികൾക്ക് 4 മണി പലഹാരമായിട്ട് കൊടുക്കാൻ വളരെ നല്ലതാണ്. പയറാണെങ്കിലും എല്ലാം പ്രോട്ടീൻ ഉള്ളതാണ്. അധികം എണ്ണയൊന്നും വേണ്ട. വെറുതെ ഒന്ന് എണ്ണ തടവി കൊടുത്താൽ മാത്രം മതി. ഒരുപാട് എണ്ണയും ഇല്ല, ഒരു കെമിക്കലും ഇല്ലാതെ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്നതിനേക്കാളൊക്കെ ഇതാണ് വളരെ നല്ലത് ചെയ്ത് കൊടുക്കാം. ഇത്തിരി എണ്ണ ഇട്ട ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം വെച്ചതുപോലെ തന്നെ ഒന്ന് പരത്തി ഈ പയർ ഇട്ട് കൊടുക്കുക. ഞങ്ങൾ ഇന്നലെ ചെയ്തത് കൊണ്ട് വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ കുറച്ച് ചെയ്തതാണ്. ഇന്നലെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് നേരത്തെ പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കണം. നൈസായിട്ട് പരത്തിയെടുക്കണം.
ഇതും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തീ ഇച്ചിരി കൂട്ടി വെക്കണം. ഇതെല്ലാവരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കി നിങ്ങളുടെ റിലേഷനിലുള്ളതും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതിൽ ഇച്ചിരി പൊടിമാവ് കുറഞ്ഞു പോയി, അതാ പൊട്ടി. തീ കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് നീക്കി എല്ലാം ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പയറിന് പകരം വേറെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇന്ന് ഞാൻ പയറാണ് ഇട്ടത്. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും, മധുരവും എല്ലാം ആയതുകൊണ്ട്. ഇനി എരിവാണ് ആവശ്യമെങ്കിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി മുട്ടയും ചിക്കിയിട്ട് അധികം എരിവില്ലാതെ ഒരു ചെറിയ പച്ചമുളക് ഇട്ട് അതും ചെയ്ത് ഇതിൻ്റെ കൂടെ നിറച്ച് ചുട്ട് കൊടുക്കാവുന്നതാണ്. ഗോതമ്പ് മാവിൽ തന്നെ ചെയ്യണം. മൈദ മാവാണെങ്കിൽ കുട്ടികൾക്ക് അതധികം മൈദ കൊടുത്തുകൂടാ. ഗോതമ്പ് മാവാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലാതെ കൊച്ചുങ്ങൾക്ക് തിന്നാൻ സാധിക്കും. ഗോതമ്പ് മാവിൻ്റെ അകത്ത് പയർ വെച്ച ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്തു നോക്കണം കുട്ടികൾക്ക് കൊടുക്കാൻ. അടുത്തത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതും ചുട്ടെടുക്കണം. എല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണത്. ഇതെല്ലാവരും കൊച്ചുകൾ സ്കൂളിൽ പോയി വരുന്ന കൊച്ചുങ്ങൾക്ക് 4 മണി പലഹാരമായിട്ട് ചെയ്ത് കൊടുക്കണേ. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.